അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. വളരെ എഫക്റ്റീവായ ഖുർആനിൽ പറഞ്ഞ ഒരു ദിക്റിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ചെയ്താൽ ഫലം കിട്ടുമെന്ന് ഉറപ്പുള്ള ദിക്ർ. 11 പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന ദിക്ർ. ഏതാണ് ആ ദിക്ർ എന്ന് നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. വീഡിയോ പൂർണ്ണമായും കാണുക, പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. ഒരു മാഷാ അല്ലാഹ് കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും ഈ ദിക്ർ മതിയാകുന്നതാണ്. ആളിക്കത്തുന്ന തീയെ വെള്ളം കെടുത്തും പോലെ നമ്മുടെ സകല പ്രശ്നങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ഈ ദിക്ർ കൊണ്ട് കെട്ടടങ്ങും ഇൻഷാ അല്ലാഹ്. ഈ ദിക്ർ നല്ല വിശ്വാസത്തോടെ ചൊല്ലി നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ റബ്ബിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ ഉടനടി പരിഹാരം ലഭിക്കും. ഈ ദിക്ർ ചൊല്ലിയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഫലം ഉറപ്പാണ്. ഈ ദിക്ർ ചൊല്ലിയാൽ ലഭിക്കുന്ന 11 നേട്ടങ്ങൾ പറയാം. 1. അവൻ്റെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. 2. ബുദ്ധിമുട്ടുള്ള ജോലികൾ ലളിതമാകും. 3. ആത്മവിശ്വാസം വർദ്ധിക്കും. 4. കഷ്ടപ്പാടുകൾ എളുപ്പമാകും. 5. വിവാഹ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. 6. കുടുംബങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും. 7. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. 8. ഈമാൻ ദൃഢമാകും. 9. ഭയം, പേടി, വെപ്രാളം എല്ലാം നീങ്ങും. 10. മാനസിക വിഷമങ്ങളെല്ലാം നീങ്ങിക്കിട്ടും. 11. എല്ലാ ആഗ്രഹങ്ങളും പൂവണിയും. ഇങ്ങനെ 11 കാര്യങ്ങൾ ഈ ദിക്ർ ആത്മാർത്ഥമായി ചൊല്ലുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. ഇനി ദിക്ർ പറയാം. ചൊല്ലേണ്ട രൂപവും സമയവും പറയാം. ഇശാ നിസ്കാര ശേഷം ആദ്യമായി ഇബ്രാഹിമിയ സ്വലാത്ത് 3 തവണ ചൊല്ലുക. തുടർന്ന് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നുള്ള ദിക്റിനെ 450 തവണ ചൊല്ലുക. അതിനുശേഷം വീണ്ടും ഇബ്രാഹിമിയ സ്വലാത്ത് 3 തവണ ചൊല്ലുക. എന്നിട്ട് ആത്മാർത്ഥമായി നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ പറഞ്ഞ ദിക്റും സ്വലാത്തുമൊക്കെ അശുദ്ധി സമയത്തും സ്ത്രീകൾക്ക് ചൊല്ലാൻ പറ്റുന്നതാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ അവനെത്ര നല്ലവൻ എന്നതാണ് ഈ ദിക്റിന്റെ അർത്ഥം. അപ്പോൾ ആത്മാർത്ഥമായി ചൊല്ലി നാം ദുആ ചെയ്യുക. ഫലം ഉറപ്പായും ലഭിക്കും ഇൻഷാ അല്ലാഹ്. വീഡിയോ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.